their new home. And now let's make it official. Today we are having Shri Korath Matthew, CEO of Calicut FC and a distinguished leader in IT projects for flood management in Chennai, Smart City in Terry Dam and housing systems in Tamil Nadu, funded by the World Bank and ADB, to gracefully perform the ribbon cutting ceremony. So I invite you to officially inaugurate this workshop. On this joyful occasion, let's kindle that sense of positivity, radiance, and energy here with the ceremonial lamp lighting. ഞാനിവിടെ ഈ ഒരു കോവർക്കിംഗ് സ്പേസിലൊരു മാനേജറായിട്ട് വന്നതായിരുന്നു. അവിടെ നിന്ന് ഒരു 4 സീറ്റുള്ളൊരു കമ്പനിയിലേക്കാണ് ഞാൻ മാറിയിരുന്നത്. അന്ന് 4 സീറ്റിൽ അന്ന് 17 സീറ്റ്സ് ആയിരുന്നു. 17 സീറ്റുള്ള കമ്പനിയിലെ ദുബായിലെ ഒരു ബ്രാൻഡിലെ ദുബായിൽ തന്നെ ഒരു കമ്പനിയിലേക്കാണ് ഞാൻ മാറിയത്. ഇവിടെ ഇൻസിയംസിൽ തന്നെ ദുബായ് ബ്രാഞ്ചിലേക്കാണ് ഞാൻ വന്നിരുന്നതും. അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ഒരു 65 സീറ്റ്സ് ഇന്ത്യയിലും അതിനപ്പുറം ബംഗ്ലാദേശിൽ നമുക്കൊരു അറൗണ്ട് 60-70 സീറ്റ്സ്, ദുബായിൽ നമുക്കൊരു അറൗണ്ട് 20-25 സീറ്റ്സ്. 2 പേരുടെ സ്വപ്നത്തെ മുൻനിർത്തി 4 രാജ്യത്ത് ഈ കമ്പനി പടുത്തുയർത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. ഇനിയും നമ്മൾ എക്സ്പാൻഡ് ആവും. ഇനിയും നമ്മൾ ഇതിലധികം, ഇപ്പോൾ നമ്മളെടുത്ത 65 സീറ്റുകൾക്കപ്പുറം 100, 200, 300 സ്റ്റാഫുകളെ പറ്റുന്ന ഒരു പ്രോജക്റ്റുകളിലേക്കും കാര്യങ്ങളിലേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രോജക്റ്റ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനി തന്നെ ആയിരിക്കണം അത് ചെയ്യുന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റിൻ്റെ സൈസ് ഇത്തിരി വലുതായിരുന്നു. ഇത്തിരി വലുതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭ്രാന്തമായ ഒരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റിലാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇവർ ചെയ്യുമോ, ഇവരെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, അതിനകത്ത് ആദ്യം കോൺഫിഡൻസോടുകൂടി സംസാരിച്ച അനൂപായിരുന്നു. കോൺഫിഡൻസോട് സംസാരിച്ചത് മാത്രമല്ല, അനൂപ് അതിനുശേഷം എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇത് ഞങ്ങൾ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു, വി റൂട്ട്സിൽ. അദ്ദേഹം ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വളരെ ഹൈ പോസ്റ്റ് ഇരുന്ന ആളാണ്. ആൾ വന്ന് ജോയിൻ ചെയ്തത് കോൾ സെൻറ്ററിലാണ്. അപ്പം ഞങ്ങൾക്ക് അത്ഭുതമായി തോന്നി, കോൾ സെൻറ്ററിൽ വന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങേര് പറഞ്ഞ ആൻസർ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് ആവശ്യം ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു കമ്പനി കയറണം. കാരണം എനിക്ക് എൻ്റെ പൊട്ടൻഷ്യൽ നന്നായിട്ട് തിരിച്ചറിയാം, എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ എനിക്കും ഈ കമ്പനിയോടൊപ്പം വലിയ സ്കെയിലുകളിലേക്ക് ഉയരാൻ സാധിക്കും. പക്ഷേ ഇതാണ് ശരിയായിട്ടുള്ള, ഇന്ന് ആള് ഞങ്ങളുടെ ട്രഷറി ഹെഡാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ പോലും കാശ് കമ്പനിയിൽ നിന്ന് എടുക്കണേ അങ്ങനെ വിചാരിക്കണം എന്ന അവസ്ഥയിലെത്തി. ഇതാണ് ഒരാൾക്ക് ശരിയായിട്ടുള്ള ഒരു ആൻറ്റർപ്രന്യൂർഷിപ്പ് സ്പിരിറ്റോട് കൂടിയുള്ള ഒരു എംപ്ലോയിക്ക് ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നത്. അതിന് പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് നിങ്ങളുടെ ഈ ഓർഗനൈസേഷൻ ഒരുക്കാനായിട്ട് അനൂപിനും ടീമിനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലൊരു നാളെ ഉണ്ടാവട്ടെ, നല്ലൊരു ഇന്നും ഉണ്ടാവട്ടെ. ഒത്തിരി കമ്പനികളെയും ഒത്തിരി ബിസിനസ്സുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ടെക്നോളജികളും സൊല്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ തഴച്ചു വളരട്ടെ. ഗോഡ് ബ്ലസ് യു. And I'm very happy to know that you not only just finding work in Kerala or in many other places, but gone across to conquer other countries, other continents, especially UK and what I heard. So that's very nice of you. Success is not about luck, it's about preparation, persistence and passion. And I see all these three in every one of you.
So today I challenge you to dream bigger, push harder, and go further than what you ever thought possible. The future of Insiam Consultants is not just something we step into, it's something we build, we create. Okay. And with that, I want to end. Thank you so much. All the very best to the Insiam team, and may you fly the flag of Kerala higher and higher. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഈ കമ്പനിയുടെ എന്നെ എന്താണ് നിങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നിവിടെ വരാനുണ്ടായ കാരണം ഇതിൻ്റെ എനർജിയാണ്. അത് എവിടുന്ന് വരുന്നു, ആരിൽ നിന്ന് വരുന്നു എന്നെനിക്കറിയില്ല. അപ്പോൾ ഇവിടെ AI-യുടെയും ടെക്നോളജിയുടെയും ഒക്കെ കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് AI മാത്രമല്ല, ഇനി ഇവിടെ കുറച്ച് 60 പേര് കഴിഞ്ഞ് ഇനി 5 പേർക്ക് കൂടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 5 റോബോട്ട്സിനെയും കൂടെ ഡിപ്ലോയ് ചെയ്യണം ഇവിടെ. എന്താണ് ഇനി നടക്കുന്നത്, വരാൻ പോകുന്നതെന്നൊക്കെ നിങ്ങളും കണ്ടറിയണം. യന്ത്രങ്ങളുമായിട്ട് നിങ്ങൾ ഇടപഴകുന്നുണ്ട് വെർച്വലി, ഫിസിക്കലിയും കൂടെ ഇടപഴകാൻ നിങ്ങൾക്ക് അവസരം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. അതിന് തീർച്ചയായിട്ടും അത് കാണാനും അതിൻ്റെ ഒരു ഭാഗമാകാനും ഒക്കെ ഞാനും വരാം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. പ്രത്യേകിച്ചും അനൂപിനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഡൗൺ ടു എർത്ത്, ഹംബിൾ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹിസ് USP. പുലി വരണു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ കേട്ടിട്ടില്ലേ? ഐ എം സോ ഹാപ്പി. പുലി വരണു എന്ന് പറഞ്ഞിട്ട് അവസാനം പുലി വന്നു. ഇൻസിയമിൻ കടുവയായിട്ടോ, അയ്യോ കടിക്കുമല്ലോ കടുവ. ഈ ഇൻസിയം വന്നു, ആൻഡ് വി ഗോട്ട് ഇൻ ടച്ച് അഗൈൻ. ഹി വാസ് ഇൻ ദുബായ്, ഹി കെയിം ഹോം. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് more of a family network with one vision in your mind, that let's take this company Insiam, as he was saying, to much higher heights. And this is possible only we jointly work together, right? With some vigor and with some energy, with some sort of focus, right? I think that is what it takes the company to higher heights. And I'm sure, my dear Anupan team, let's give them a 3 cheers and say hip hip hooray, right? Hip hip! Hip hip! Hip hip! നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഇൻസിയം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗോളോടെയായിരുന്നു. ഗോൾ ചെറുതായിരുന്നു, ബട്ട് അത് ആ ടൈമിൽ ചെറുതായിരുന്നു. അതിനുശേഷം നമ്മൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ, പുതിയ മുഖങ്ങളെ കണ്ടു, പുതിയ ചർച്ചകൾ. ആ ചർച്ചകൾക്ക് കൊടുക്കുന്ന നമ്മൾ പുതിയ ആശയങ്ങൾ പങ്കുവച്ചു. അതേപോലെ തന്നെ ഡേ ബൈ ഡേ ആശയങ്ങളെ വലുതാക്കിക്കൊണ്ട് നമ്മളൊരു കമ്പനിയാക്കി മാറ്റി. ഇപ്പോൾ അതിനായിട്ടും വലിയൊരു ഗോൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ പുതിയ ആൾക്കാർ നമ്മുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ 2 ആൾ, പിന്നെ 4 ആൾ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടുത്ത് 35 മെമ്പേഴ്സ് നമ്മുടെ ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഒപ്പം ഒരേ റൂട്ടിൽ ഒരേ ചിന്താഗതിയിൽ വർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻസ്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഇൻസിയത്തിൻ്റെ ഈ ഒരു വളർച്ചയിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നൊരു സന്തോഷം, അത് ഭയങ്കരമാണ്. ഓരോ യാത്രയിലും കണ്ടുമുട്ടുമ്പോൾ അവരുടെ മിഷനും ഒന്നാകുമ്പോൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു നമ്മുടെ മുന്നിൽ തെളിവായിട്ടുള്ളൊരു കമ്പനിയാണ് ഇൻസിയം. ഇവിടെ ഈ ഒരു കമ്പനിയുടെ ഈ വളർച്ചയിൽ അത്രയധികം സഹായിക്കുന്ന ഇവിടെ ഓരോ എംപ്ലോയീസിനും അവർക്ക് ഇൻസിയത്തിൻ്റെ പാട്ടിൽ നിന്ന് വളരെ ഒരു ഹാർട്ട്ഫുൾ താങ്ക്സ് ഉണ്ട്. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ക്ലയൻസിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ് എല്ലാവർക്കും ഒരു ഹാർട്ട്ഫുൾ താങ്ക്സ് ഉണ്ട്. As you know, we have started Insiam very long, 2018. Then we had an incredible growth on us in past year in terms of number of employees, and now we are moving to a bigger space and having offices in Dubai and Dhaka, and now we are in UK also. Congratulations all the directors and all the employees. And finally, thankful every employees, everybody being part of this, and cheers. The first best team player of Insiam Business Consultant is Mr. Atul TS. കമ്പനി ഉള്ളിടത്തോളം ഞാൻ ഇവിടെ ഉണ്ടാവണം. Wonderful. That's a promise. That's a word from Atul, which indeed. Next, we have the second best team player, and the awardee is Mr. Gokul Shambhu. Gokul is a pillar of strength and support for the team.
എക്സ്പീരിയൻസിലായിരുന്നു. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇൻസ്യത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായതിൽ നല്ല സന്തോഷമുണ്ട്. Congratulations Gokul and Atul on being awarded as the best team players. വളരെ വർഷങ്ങളായി, എനിക്ക് തോന്നുന്നത് 2013 ആദ്യമായിട്ട് ഒരു സ്വന്തം ഒരു ബിസിനസ് എന്നുള്ള പ്ലാനിൽ ഞാൻ എത്തുന്നത്. അപ്പോൾ അന്ന് എൻ്റെ വേറെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, രാഹുലും നിതീഷും. ഞാനിപ്പോൾ ഈ മൊമെൻറ്റിൽ അവരെയും കൂടി ഓർക്കുകയാണ്. അവരാണ് ശരിക്കും, രാഹുലാണ് എന്നെ ഇങ്ങനെ ഒരു ഓൺട്രപ്രണർ എന്ന ലെവലിലേക്ക് ആ ഒരു മോഹം എൻ്റെ തലയിൽ ഉണ്ടാക്കിയത്. പിന്നെ അവിടെ നിന്ന് അതിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം പിന്നെ നമ്മളത് കുറച്ച് ഇൻറ്റേർണൽ കാര്യങ്ങൾ കൊണ്ടൊക്കെ വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം അക്കു വന്നു, രാഗിൻ വന്നു, സംഗീത് വന്നു. എനിക്ക് തോന്നുന്നത് സംഗീത് ഓൾമോസ്റ്റ് അന്ന് തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചുണ്ട്, അക്കു ഉണ്ട്. അതിനുശേഷം വന്നാണ് രാഗിൻ. പിന്നിങ്ങനെ ഇങ്ങനെ ഒരു വേദി കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്, അതിൽ എത്താൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്. 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് എന്നെ വിളിച്ച് ധൈര്യമായിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞ ഓഫീസ് തന്ന ആൾ ഇപ്പോൾ ഏറ്റവും ബാക്കിലിരിക്കുന്നുണ്ട്. മൻമോഹൻ താങ്ക് യു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ജേർണി തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങളവിടെ വീഡിയോ കണ്ടപ്പോൾ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഞാൻ, രാഗിൻ, അക്കു, അഖിൽ രാജു ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു പഴയ ഓഫീസിൻ്റെ ചിത്രം. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ പുതിയ ഇൻസിയം 2.0 എന്ന് പറയുന്ന ഈ ജേർണി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ വന്നു. ഒരു 4 സീറ്റ് ക്യാബിനായിരുന്നു ഇവിടുത്തെ. അന്ന് അമലായിരുന്നു ഇവിടെ ഇൻക്യൂസ്പേസിൻ്റെ സെൻറ്റർ മാനേജർ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മളത് ഒരു 2-3 പ്രൊജക്ട്സൊക്കെ വന്നു. നമ്മൾ ദുബായി പോയി. ദുബായിൽ നിന്ന് നമുക്ക് ചെറിയ വർക്കൊക്കെ കിട്ടി തുടങ്ങി. ആ സമയത്ത് നമ്മളത് വീണ്ടും ഒരു 17 സീറ്റ് ആക്കി മാറ്റി. ഒരു 13 സീറ്റും കൂടി ആഡ് ചെയ്തു. ഞാൻ 2013 ഞാൻ പറഞ്ഞല്ലോ, 2013 ഞാനിത് സ്റ്റാർട്ട് ചെയ്ത 12 അവസാനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൊട്ട് ഞാനിങ്ങനെ ആയതിൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ നിന്ന് ചീത്ത കേൾക്കുകയും നാണം കെടുകയും ചെയ്തിരിക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. പക്ഷേ യു ആർ മൈ പവർ. എന്നിങ്ങനെ എൻ്റെ ഈ ഒരു ഇപ്പോൾ ഹംബിൾനെസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് അത് ആക്ട് ചെയ്തൊന്നുമല്ല, ഞാനിങ്ങനെ തന്നെയാണ്. എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. അതെല്ലാം എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടം ഉണ്ടായിരിക്കും. പക്ഷെ അച്ഛാ, ഞാനിവിടെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ആഗ്രഹിക്കുന്നു. നമുക്ക് പവറോടെ മുമ്പോട്ട് പോവാം. मेरे मन को किया तूने क्या इशारा, बदलाए मौसम लगे प्यारा जग सारा. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം ഒരു പുഷ്പം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ